ഹലോ! ഇന്ന് നമുക്ക് ഓൺലൈനായി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് കണ്ടാലോ? ഫസ്റ്റ് വൺ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കുർത്ത പാന്റ് സെറ്റാണ് കേട്ടോ. പ്യുവർ കോട്ടണിലാണ് ഈ ഒരു സെറ്റ് വന്നിരിക്കുന്നത്. ഓണം വൈബുമായിട്ടൊക്കെ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ടോപ്പിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് 2 സൈഡിലും പോക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല എലഗന്റ് ആയിട്ടുള്ള ഈ ഒരു സെറ്റിൻ്റെ പാൻറ്റും പ്യുവർ കോട്ടൺ തന്നെയാണ്. പാൻറ്റിൻ്റെ ഒരു സൈഡിൽ പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. பேசாத மௌனங்களில் கேட்காத ஓசைகளில் சொல்லாத அர்த்தம் தேடி என் மனம் ஏங்குதே எண்ணாத எண்ணங்களை நீ சொல்லி கேட்கும் போது கூடாத எண்ணம் கூடி என் குடை சாயுது 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 ഇനി നെക്സ്റ്റ് വരുന്നത് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള കുർത്ത പാൻറ് സെറ്റാണ്. ഇതും പ്യുവർ കോട്ടൺ തന്നെയാണ് വരുന്നത്. ഈ ഒരു സെറ്റ് സെലിബ്രിറ്റി ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കുർത്ത പാൻറ് സെറ്റിൻ്റെ റെപ്ലിക്കയാണെന്ന് വേണമെങ്കിൽ പറയാം. അഹാന കൃഷ്ണനും നിഖില വിമലൊക്കെ ഈ ഒരു കുർത്ത പാൻറ് സെറ്റ് ഇട്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. റേറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല കേട്ടോ. ഡെയിലി വെയറൊക്കെ ആയിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു കോട്ടൺ സെറ്റാണ് കേട്ടോ ഇത്. പിന്നെ എൻ്റെ ഒരു അത്യാഗ്രഹത്തിന് പാൻറ്റിൻ്റെ മുകളിൽ ഒരു പോക്കറ്റ് കൊടുക്കായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് പാരലൽ ബോട്ടം ആണ്. ഇനി ഞാൻ ഇതെങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നതെന്നൊന്ന് കണ്ടാലോ? பேசாத மௌனங்களில் கேட்காத ஓசைகளில் சொல்லாத அர்த்தம் தேடி என் மனம் ஏங்குதே எண்ணாத எண்ணங்களை நீ சொல்லி கேட்கும் போது கூடாத எண்ணம் கூடி என் குடை சாயுது 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 ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു പാഡഡ് ബ്ലൗസാണ്. ഈ ഒരു സാധനം വന്ന് പാക്കറ്റ് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പെർഫെക്ഷൻ ആയിരുന്നു ഈ ഒരു ബ്ലൗസിന് ഉണ്ടായിരുന്നത്. ഞാൻ വാങ്ങിച്ചത് എക്സ്ട്രാ സ്മോൾ സൈസാണ്. നമ്മൾ പൊതുവേ പറയില്ലേ ഇട്ട് വെച്ചിട്ട് തയ്ക്കുക എന്നൊക്കെ, അതുപോലെയായിരുന്നു എനിക്ക് ഇട്ടപ്പോൾ ഫീൽ ആയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് സിൽക്ക് പോലത്തെ എന്തോ ഒരു മെറ്റീരിയലാണ് കേട്ടോ. സ്റ്റിച്ചിങ്ങിനൊക്കെ ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു. ഉള്ളിലെ ലൈനിങ് ആണെങ്കിലും വളരെ ക്വാളിറ്റി ഉള്ളൊരു ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും ഫുള്ളായിട്ട് കൺസീലൊക്കെ ചെയ്തിട്ടാട്ടോ വന്നിരിക്കുന്നത്. നമുക്കിത് സൈസ് വേണമെങ്കിൽ കൂട്ടാനുള്ള ഒരു സീം അലവൻസും ഇതിൻ്റെ ഉള്ളിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതെങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തതെന്ന് നോക്കിയാലോ? பேசாத மௌனங்களில் கேட்காத ஓசைகளில்